ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്കൂസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് മൈദ കൊണ്ടൊരു 4 മണി സ്നാക്കാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ചെറുജീരകം, 1 ടീസ്പൂൺ കറുത്ത എള്ള്, ഇനി ഇതിനകത്തേക്കൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ ഞാൻ ഇതിനകത്തേക്കൊരു 3 ടീസ്പൂൺ നമ്മുടെ പഞ്ചസാര എടുത്തിട്ടുണ്ട്, അതുകൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ആദ്യമേ തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ച് ഇത് ഒത്തിരി ലൂസാക്കി കളയരുത് കേട്ടോ. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇതൊന്നും ഇങ്ങനെ തൂത്ത് വെക്കാം. കാരണം അത് ഡ്രൈ ആയി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ഒന്ന് തൂത്ത് വെക്കുന്ന ഓയിൽ ഇതിൻ്റെ മുകളിൽ. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇത് കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 4 ഉരുളയാക്കി ഒന്ന് മാറ്റി വെക്കാം. കണ്ടോ, ഇതുപോലെ 4 ഉരുളയാക്കി ഇതെടുക്കുക. ഇനി നമുക്കിത് ഓരോന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ നല്ല തിന്നായിട്ട് വേണം കേട്ടോ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഈ ചപ്പാത്തിയൊക്കെ പരത്തില്ലേ, അതുപോലെ ഇതൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഇതാ ഞാനിവിടെ എല്ലാം പരത്തിയിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒന്നിൻ്റെ മേലെ കുറച്ച് ഓയിൽ ഇതേപോലെ ഒന്ന് തൂത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മേലേക്ക് കുറച്ച് മൈദ തൂളുക. മൈദ തൂളിയ ശേഷം അടുത്ത് നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന ഇതിൻ്റെ മേളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. ഇതേപോലെ നമുക്ക് എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഞാനിവിടെ 4 ലെയറായിട്ട് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു സൈഡിൽ നമുക്കിതിങ്ങനെ ഒന്ന് പയ്യൊന്ന് ചുരുട്ടിയെടുക്കണം. ഉണ്ടോ, ഇതുപോലെ ഒന്ന് നമുക്കൊന്ന് ചുരുട്ടിയെടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ നന്നായിട്ടൊന്ന് ചുരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ 2 സൈഡൊന്ന് കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്ത ശേഷം നമുക്കൊരു മീഡിയം സൈസിൽ നമുക്കിതെല്ലാം ഒന്ന് ഇതേപോലെ ഒന്ന് മുറിച്ചെടുക്കാം. കണ്ടോ, അപ്പോൾ ഇതുപോലെ നമുക്ക് മുറിച്ചെടുക്കണം. അപ്പോൾ കണ്ടോ, നമുക്ക് ഉള്ളിൽ ഒരു 4 ലെയറായിട്ട് നിങ്ങൾക്ക് ഇതേപോലെ കിട്ടും കേട്ടോ. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കാം. കണ്ടോ, ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ അതാ ഞാൻ ഇവിടെ എല്ലാം ഒന്ന് പരത്തി വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിന് വേണ്ട ഓയിൽ നന്നായിട്ട് ഇവിടെ ചൂടായിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. നന്നായിട്ടൊന്ന് നമുക്ക് വെന്ത് കിട്ടണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വേണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. ഇത് മറിച്ച് തിരിച്ചൊക്കെ ഒന്ന് നന്നായി ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ 4 മണി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ എല്ലാം ഒന്നൊരു പാത്രത്തിനകത്തേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ നമ്മുടെ 4 മണി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടാലും അടിപൊളിയാണ്, അതേപോലെ നല്ല ടേസ്റ്റും ഉണ്ട്. നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് നല്ല ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ വരെ ടാറ്റാ, ബൈ ബൈ.